നാവിലേക്ക് ചൂണ്ടിയാൽ പോലും വേദനയാണെന്ന് പറയാം. അത്രത്തോളം വേദന അനുഭവപ്പെടുന്ന അസഹ്യമായ കാല്. അന്നത്തെ കാലത്ത് എങ്ങനെയാ മൂർച്ചയുള്ള വാളുകൊണ്ട് മുറിച്ചു മാറ്റുക? ഇന്നത്തെ പോലെ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മയക്കിക്കിടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ വെച്ച് മയക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റണമെന്ന് അന്നത്തെ വൈദ്യശാസ്ത്രജ്ഞന്മാരെ പ്രഖ്യാപിച്ചപ്പോൾ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്ന ഒരു സത്യമുണ്ട്. ഇന്നത്തെ ലോകം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഏറ്റവും വലിയ സംഗീതത്തിന്റെ ലഹരിയിൽ ഏറ്റവും വലിയ ഹാർട്ട് ഓപ്പറേഷൻ വരെ നടത്താമെന്ന് ഇന്നത്തെ ശാസ്ത്രം വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ശാസ്ത്രം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു അന്ന് പ്രഖ്യാപിച്ചു, എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റാൻ നന്നായി പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന, ഈണത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾ ഖുർആൻ ഓതിപ്പിക്കുക. ആ ഖുർആനോത്തിന്റെ ഈണത്തിന്റെ ലഹരിയിൽ ഞാൻ ആഗ്രഹിച്ചു പോകും. എന്റെ രോമങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്നതായി കാണും. എന്റെ കണ്ണുകൾ മേൽപോട്ട് മറിയുന്നതായി കാണും. ആ സമയത്ത് ഞാൻ തീരെ ബോധമുള്ള അവസ്ഥയിലായിരിക്കുകയില്ല. ആ സമയത്ത് എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയും അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി നന്നായി പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ചു. ആ ഖുർആനോത്തിന്റെ ഈണത്തിന്റെ ലഹരിയിൽ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു ലയിച്ചുപോയി. ഡോക്ടർമാര് വന്ന് തട്ടി നോക്കി. അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. ആ ഖുർആനോത്തിന്റെ ഈണത്തിന്റെ ലഹരിയിൽ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് നല്ല മൂർച്ചയുള്ള വാളുകൊണ്ട് അരിഞ്ഞു മുറിച്ചു. അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു അറിഞ്ഞു പോയില്ല. കുറെ മുറിച്ച് എല്ലിന്റെ അടുത്തെത്തിയപ്പോൾ അതാ ചുറ്റിക കൊണ്ട് മേടി മുറിക്കുകയാണ്. അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു അറിഞ്ഞു പോയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഈണത്തിന്റെ ലഹരിയിൽ ലയിച്ചുപോയി. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഖുർആനിനെ കുറിച്ച് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളെല്ലാം പെടപെടക്കും. അവർക്ക് ഈമാന് കൂടുതലാകും. അവർക്ക് ഇവിടെ ഇതിനെ കുറിച്ച് തീരെ ബോധമുണ്ടാകുന്ന അവസ്ഥയിലായിരിക്കുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഖുർആനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് ഖുർആൻ ഓതാൻ മക്കളെ നിങ്ങൾ ശീലമാക്കണം. മക്കളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കാൻ വേണ്ടി മദ്രസകളിൽ വിടണം. മദ്രസ അജണ്ടയില്ലാത്ത ഉമ്മമാരായി പോകരുത്. എന്റെ ഉമ്മമാരെ, നിങ്ങളാരും മദ്രസ അജണ്ട ഇല്ലാത്ത മക്കളായി പോകരുത്. രാവിലെ തന്നെ LKGയുടെ വണ്ടിയിൽ കയറ്റി വിടണം. മദ്രസ അജണ്ടയില്ലാത്ത ഉമ്മമാരായി പോയി. മദ്രസ വിദ്യാഭ്യാസം നൽകാനുള്ള ചിന്ത ഇന്നത്തെ രക്ഷിതാക്കളില്ലാതെ ആയിപ്പോയി. വീടുകളിൽ ആത്മീയ അന്തരീക്ഷം നൽകുന്ന അന്തരീക്ഷമില്ലാതെ ആയിപ്പോയി. സ്കൂളുകളിലോ ഭൗതിക വിദ്യാലയങ്ങളായതുകൊണ്ട് അവിടെയും ആത്മീയമായ അന്തരീക്ഷങ്ങളില്ല. എന്നാലും എന്റെ മകൻ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഈ ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ രക്ഷിതാക്കൾ കടന്നു വന്നപ്പോൾ മക്കളിൽ ആത്മീയമായതായ അനുഭൂതി ഇല്ലാതായി പോയി. മുത്തഅല്ലിമാകൽ, എന്റെ മോനൊരു മുത്തഅല്ലിമാകൽ വലിയ ഷേപ്പ് കേടാണെന്ന് മനസ്സിലാക്കി പോയി. അത് എനിക്ക് എന്റെ ഇസ്സത്തിന് കോട്ടം സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കി പോയി. പക്ഷേ ഒരു കാര്യം മുത്തൻ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, നിലനിൽക്കുന്ന വിലാസം ഈ ഇൽമിന്റെ വിലാസമാണ്. നിങ്ങൾക്കറിയോ, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ കാലത്ത് 1200 വർഷങ്ങൾക്കപ്പുറം വഫാത്തായി പോയ
ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഇന്നും ലോകം പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിലല്ല, അത് ഇൽമിന്റെ അഡ്രസ്സാണ്, ഇൽമിന്റെ വിജ്ഞാനമാണ്, ആ വിജ്ഞാനത്തിന്റെ പവറാണ്. അതുകൊണ്ട് മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. ആ ഇൽമില്ലാത്ത കാലത്തോളം നമുക്ക് മരണപ്പെട്ടു പോയാൽ ഖബർ സന്തോഷത്തിലാകുമെന്നും ഉറപ്പില്ല. ഈ ഇൽമ് നിനക്ക് നാളെ കാവലാണ്. അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണേ. അപ്പൊ ഈ പരിശുദ്ധമായ റമദാൻ നിങ്ങൾ ഖുർആൻ കൊണ്ട് ധന്യമാക്കണം, ഖുർആനിലൂടെയായിരിക്കണം. ആ ഖുർആനിന്റെ മാധുര്യം നമ്മളിലേക്ക് വരണം. ഖുർആൻ ഓതി കരഞ്ഞ മഹാന്മാരെ കുറിച്ച് ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഖുർആൻ ഓതി പൊട്ടി പൊട്ടി കരഞ്ഞ എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര മഹദികൾ, ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ ഇസ്ലാം റമദാനിനെ ധന്യമാക്കേണ്ട ആദ്യത്തെ വിഷയത്തിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കും. ഇമാം യാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റൗദുർ റയാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. യാഫിഈ ഇമാമിന് റൗദുർ റയാഹീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു, മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു ഫീ ബഅദിൽ അയ്യാമി ശാബൻ യുസല്ലി സ്വലാത്തുൽ ഖായിഫീൻ. ഒരു ദിവസം പള്ളിയിൽ ഞാൻ ഒരു യുവാവിനെ കണ്ടു. ആ യുവാവ് അല്ലാഹുവിനെ പേടിച്ച് നിസ്കരിക്കുന്ന ആളുകളെ അല്ലാഹുവിനെ ഭയക്കുന്ന രീതിയിൽ നിസ്കരിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ സുമ്മ സല്ലംതു അലൈഹി, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാമ, എന്റെ മേൽ അദ്ദേഹം സലാം മടക്കി. ഫഖുൽതു ലഹു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അലം തഅലം അന്ന ഫീ ജഹന്നമ വാദിയൻ യുഖാലു ലഹു ലദാ നസാഅതൻ ലിശ്ശവാ. നിങ്ങൾക്കറിയുമോ നരകത്തിൽ ലവാ എന്നൊരു താഴ്വരയില്ലേ? ഇങ്ങനെ നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഞാൻ അങ്ങോട്ട് ഓതി കൊടുത്തു. നരകത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത് അദ്ദേഹത്തിന് ഞാൻ ഓതി കൊടുത്തു. ഒരട്ടഹാസമാണ് ആ ചെറുപ്പക്കാരൻ. നരകത്തിന്റെ ആയത്തുകൾ കേട്ട ആ മനുഷ്യൻ അവിടെ ബോധരഹിതനായി വീണു. കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, സിദ്നി, കുറച്ചുകൂടി ആയത്തൊന്നിലേക്ക് ഓതി തന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നിങ്ങൾ നിങ്ങളുടെ സുശരീരവും കുടുംബക്കാരെയും നിങ്ങളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കണേ. നരകത്തിൽ നിന്ന് കത്തിക്കപ്പെടുന്നത് തീയും മനുഷ്യന്മാരും കല്ലുകളുമാണ്. അവിടെ നല്ല ദൃഢന്മാരായ മലായികത്തുണ്ട്. അള്ളാഹു കൽപ്പിച്ചതേ അവര് ചെയ്യാറുള്ളൂ, അള്ളാഹുവിനെതിരൊന്നും അവര് പ്രവർത്തിക്കാറില്ല. ഇങ്ങനെ സൂചന നൽകുന്ന നരകത്തെ കുറിച്ചും നരകത്തിന്റെ ഭയാനകതയെ കുറിച്ചും പറയുന്ന ആയത്ത് ഞാൻ അങ്ങോട്ട് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ ആയത്ത് കേട്ട് ഈമാൻ പൂണ്ട ആ മനുഷ്യൻ അതാ മരിച്ചു കിടക്കുന്നില്ലേ. വസ്ത്രമങ്ങ് നീക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മാറിന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിലാണ്, നല്ല പട്ടുടയാടകൾ ധരിച്ചുകൊണ്ടാണ് എന്ന് സൂചന നൽകുന്ന ആയത്ത് അദ്ദേഹത്തിന്റെ മാറിന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിന്റെ
മാധുര്യത്തിന്റെ ലഹരിയിൽ നമ്മുടെ ഹൃദയത്തെ നാം അതിലേക്ക് അടുപ്പിക്കണം. അത് ചിന്തിച്ചു കൊണ്ടോതണം. ഇത് പരിശുദ്ധമായ ഖുർആനാണ്, റബ്ബിന്റെ വചനമാണ്, റസൂലുള്ളാഹിയിലൂടെ ഇറക്കി തന്നതാണ്. ഒരുപാട് ഭയാനകരമായ സംഭവങ്ങളുണ്ട്, പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്, സന്തോഷിക്കാനുള്ളതും ഉണ്ട്. എല്ലാറ്റിന്റെയും പരിഹാരമാണ് ഖുർആൻ എന്ന ചിന്തയോടുകൂടെ ഒരു മനുഷ്യന് ഖുർആൻ ഓതിയാൽ അറിയാതെ അവന്റെ ഹൃദയം ലോലമായി പോകും. കണ്ണിൽ നിന്ന് കണ്ണുനീരറിയാതെ ഒഴുകിപ്പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ എപ്പോൾ ഓതുകയാണെങ്കിലും കരയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ, എന്താണ് ഇങ്ങനെ കരയുന്നത് അബൂബക്കറെ? അബ്കതനി യാ റസൂലല്ലാഹ് ഹാദിഹി സൂറ, ഖിയാമത്ത് നാളിന്റെ ഭയാനകത പരാമർശിക്കുന്ന ഈ ആയത്ത് എന്നെ കരയിപ്പിച്ചു നബിയേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു റമദാൻ മാസമായാൽ എന്ത് ചെയ്യുമായിരുന്നു? കരയുമായിരുന്നു. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഉമർ റളിയല്ലാഹു അൻഹു കരയും. ലോലമായ ഹൃദയങ്ങളുടെ ഉടമയാണ്. അതുപോലത്തെ ഒരു ഹൃദയം അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. ഹൃദയം ലോലമായ ഒരു ഹൃദയം അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മുത്തബിഉസ് സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ്. അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ ഓതലാണ് അവരുടെയും പരിപാടി. അങ്ങനെ അവസാനം ഹത്താ ഇദാ അതാ അലാ ഹാദിഹിൽ ആയ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന ഒരു ഹൃദയം ഉണ്ടാകുന്ന, ഒരു ഭയപ്പെടുന്ന ഒരു ഹൃദയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ മുഅ്മിനീങ്ങളെ? പടച്ച റബ്ബിനെ പേടിച്ച് കരയുന്ന ഒരു ഹൃദയം, ഒരു ലോലമായ ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സമയമായില്ല മുഅ്മിനീങ്ങളെ എന്ന് പരാമർശിക്കുന്ന ആയത്തെത്തിയാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയും. എന്നിട്ട് ഹത്താ യബുല്ല ലഹിയതഹു അൽബുകായ്, താടിയൊക്കെ നനയും. നനഞ്ഞു പോലും അദ്ദേഹം പറയും, ബലായ റബ്ബി, അതേ സമയമായിട്ടുണ്ട് നബിയേ, അല്ലാഹുവേ സമയമായിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഹൃദയം എനിക്ക് നീ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞിരുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അതുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് കരയുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. അത് ഈ റമളാനിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അത് ഒന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഹാദാ ശഹ്റുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണ്. നിങ്ങൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയിട്ട് പടച്ച റബ്ബിലേക്ക് അടുക്കണം. പടച്ച റബ്ബിലേക്ക് അടുത്തിട്ട് ഖബർ ഒന്ന് കൈസിലായി കിട്ടണം, മഹ്ശർ ഒന്ന് കൈസിലായി കിട്ടണം, എന്നിട്ട് സ്വർഗത്തിലേക്കൊന്ന് പോകണം എന്ന ഒരൊറ്റ ചിന്തയോടുകൂടെ ആയിരിക്കണം ഈ പരിശുദ്ധമായ റമളാനോടുകൂടെ നാം ദൃഢനിശ്ചയം ചെയ്യേണ്ടത്. ഇനി വരാം ഈ മാസം ഏതാണ്? ഹാദാ ശഹ്റുൽ ഖുർആൻ, അതുപോലെ വഹാദാ ശഹ്റുസ് സ്വലാത്ത്, ഇത് നിസ്കാരത്തിന്റെ മാസമാണ്. ഈ റമളാനിനെ നിസ്കാരം കൊണ്ട് സജീവമാക്കണം. അതാണ് മുൻഗാമികളുടെ ബാധ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പടച്ച റബ്ബിലേക്ക് അടുത്തവർ സാബിഖീങ്ങളെ പിൻപറ്റിയവരാണ്. ആ സാബിഖീങ്ങളെ പിൻപറ്റിയവരുടെ മാർഗമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ വന്നാൽ അവര് പിന്നെയുള്ള പരിപാടി റമളാനിനെ ജീവിപ്പിക്കാൻ അവർ ചെയ്യാറ്. ഹാദാ ശഹ്റുസ് സ്വലാത്ത്, ഹാദാ ശഹ്റുൽ ഖിയാം, അതാണ് മുൻഗാമികളുടെ പാത. അതുകൊണ്ട് ഈ റമളാനിന്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കണേ, പകല് നിങ്ങൾ നോമ്പ് നോൽക്കണേ.
ബഹുമാനപ്പെട്ട അബൂ ഉസ്മാൻ നഹദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അവിടെ 7 ദിവസം ഞാൻ അതിഥിയായി നിന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ 7 ദിവസം ഞാൻ അതിഥിയായി നിന്നു. 7 ദിവസം നിന്നു. ഫകാന ഹുവ വംറഅതുഹു വഖാദിമുഹു യഅതഖിബൂന അൽ-ലൈല അസ്ലാസൻ യുസല്ലി ഹാദാ സുമ്മ യുഖിദു ഹാദാ. 7 ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവര് രാത്രിയായാൽ അബൂ ഹുറൈറ തങ്ങളും തങ്ങളുടെ ഭാര്യയും തങ്ങളുടെ കുടുംബക്കാരും തങ്ങളുടെ ഖാദിമീങ്ങളൊക്കെ രാത്രിയെ 3 ആക്കി ഭാഗിക്കും. എന്നിട്ട് ഒരു രാത്രി ഉറങ്ങാനുള്ളതാക്കും, ഒരു രാത്രി നിസ്കരിക്കാൻ തന്നെ. ഇങ്ങനെ 7 ദിവസം ഞാൻ നിന്നപ്പോഴും അബൂ ഹുറൈറ തങ്ങളും കുടുംബക്കാരും അങ്ങനെ തന്നെയാണ്. നാം മാത്രം ചെയ്താൽ പോരാ, ഇത് കുടുംബക്കാരെ കൊണ്ടും ചെയ്യിപ്പിക്കണം. കുടുംബക്കാർക്കും അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണല്ലോ. കുടുംബക്കാരൊക്കെ ചെയ്യുമ്പോൾ ആ വീട്ടിന് എന്തൊരു റാഹത്താണ്, ആ കുടുംബത്തിന് എന്തൊരു ബർക്കത്താണ്. അതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളുടെ റമളാൻ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാനുള്ള റമളാനായിരുന്നു. നിങ്ങൾക്കറിയുമോ, അത്തഖ്വീഫു മിനന്നാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ചരിത്രം കാണാം. ഖാല ഇശാമുദ്ദസ്തുവാനി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്, ഇന്നലില്ലാഹി ഇബാദൻ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, യദ്ഫഉന നൗമ, അവന് രാത്രി ഉറങ്ങാറില്ല, മഖാഫതൻ യമൂതു ഫീ മനാമിഹിം, ഉറക്കത്തിൽ മരിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്. ഞാൻ ഈ ഉറക്കത്തിൽ മരിച്ചു പോയാലോ എന്ന് ഭയന്ന കാരണത്താൽ അവര് രാത്രി ഉറങ്ങാറില്ല. രാത്രി മുഴുവനും ഇബാദത്ത് തന്നെ. താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി യഫ്തരിശു ഫിറാശഹു, രാത്രിയായാൽ വിരിപ്പൊക്കെ വിരിക്കും. സുമ്മ യൽതജി അലൈഹി, പിന്നെ ചെരിഞ്ഞൊന്ന് കിടക്കും. ഫയതഖല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചു അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഉറങ്ങൂല. സുമ്മ യസ്തഖബിലുൽ ഖിബ്ലത വയുസല്ലി ഇലസ്സലാഹ്, എന്നിട്ട് എണീറ്റ് കൊണ്ട് നിസ്കാരം സുബ്ഹി വരെ നിസ്കരിക്കും. എന്നിട്ട് പറയും, ത്വയ്യറ ദിക്റു ജഹന്നമ നൗമൽ ആബിദീൻ, നരകത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആബിദീങ്ങളുടെ ഇബാദത്തുകളെ ആബിദീങ്ങളുടെ ഉറക്കമെല്ലാം പോവുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തൻസൗൽ അദീമതൈനി, വലിയ വണ്ണമായ 2 വിഷയങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ കുൽനാ സ്വഹാബത്താകുന്ന ഞങ്ങൾ ചോദിച്ചു, വമൽ അദീമതാനി, ഏതാണ് നബിയെ ആ 2 വണ്ണമായ കാര്യങ്ങൾ? ഖാലാൽ ജന്നത്തു വന്നാർ, ഒന്ന് സ്വർഗവും ഒന്ന് നരകവുമാണ്, ഇത് 2ഉം നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ട് ഫദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദക്കറ, സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും റസൂലുള്ളാഹി ഒരുപാട് വിശേഷണങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. സിഫത്തുന്നാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ഇബ്നു അബി ദുനിയക്ക്. ആ കിതാബിൽ ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആ വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. സുമ്മ ബകാ, പിന്നെ റസൂലുള്ളാഹി കരയുകയാണ്. സ്വർഗ്ഗം നരകവും പരാമർശിച്ച റസൂലുള്ളാഹി കരയുന്നു. ഹത്താ ഖറജ വഇല ദുമുഇഹി ജാനിബലിഹിയതൈ, റസൂലുള്ളാഹിന്റെ 2 താടിയും കണ്ണീരിനാൽ നനയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മിൻ ഇൽമിൽ ആഖിറതി മാ അലമു, ആഖിറത്തെ കുറിച്ചുള്ള വിഷയങ്ങളെല്ലാം ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആഖിറത്തെ കുറിച്ച് ഞാൻ അറിയുന്ന വിഷയങ്ങളൊക്കെ മക്കളെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലമശൈതും മിനസ്സഈദ്, നിങ്ങൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. ഫലഹസൈതും അലാ റൂസികും വത്തുറാബ, എന്നിട്ട് തലക്ക് മണ്ണ് വാരിയിട്ട് നിങ്ങൾ മരിക്കാൻ ശ്രമിക്കും കേട്ടോ. അതുകൊണ്ട് ആഖിറത്തിന്റെ വിഷയങ്ങൾ അത്ര ഭയാനകമാണ്. അതിൽ ആദ്യത്തെ പടി ഖബറാണ്. അതിൽ നിന്ന്
അതിൽ നിന്ന് നാം രക്ഷപ്പെടണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നന്നാറ ലാ യനാമു ഹാരിബുഹും, നരകത്തെ പേടിച്ചോടുന്നവൻ ഉറക്കു വരികയില്ല. വഅന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹും, സ്വർഗ്ഗം തേടുന്നവനുക്കും ഉറക്കു വരികയില്ല. ഇതൊക്കെ മഹാന്മാര് പഠിച്ചത് കൊണ്ടാണ് അവര് ഉറക്കമൊക്കെ തൽക്കാലം മാറ്റിവെച്ചത്. കേവലം 70 60 70 വയസ്സിന്റെ ഇടയിൽ ജീവിക്കേണ്ട നമ്മൾ കാലാകാലം ജീവിക്കേണ്ട ഒരു ജീവിതത്തെ പാഴാക്കി കളയാനുള്ളതല്ല എന്നവര് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ 70 വർഷം അവര് ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. ഉറക്കെല്ലാം അവര് മാറ്റിവെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഉത്ലുബുൽ ജന്നത ജുഹദകും, പരമാവധി സ്വർഗ്ഗത്തെ തേടണേ. വഹ്റുബൂ മിനൻ നാരി ജുഹദകും, പരമാവധി നരകത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകണേ. അപ്പൊ പരിശുദ്ധമായ റമദാൻ മഹാന്മാരായ ആളുകൾ നിസ്കാരം കൊണ്ട് രാത്രിയെ ജീവിപ്പിച്ചവരാണ്. ഇനി അവരുടെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. മഹാന്മാരുടെ രാത്രിയുള്ള നിസ്കാരം എങ്ങനെയാണ് നിങ്ങൾക്കറിയുമോ? താബിഈങ്ങളിൽപ്പെട്ട ആബിദായ ഒരു മനുഷ്യൻ, അദ്ദേഹം സഈദ് ഇബ്നു അബ്ദുൽ അസീസ് ആണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അബ്ദുൽ അസീസിന്റെ മകനായ സഈദ് എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹം കാന യബ്കി ഇദാ സല്ലാ, നിസ്കരിക്കാൻ നിന്നാൽ കരയുമായിരുന്നു. വകാന ഇദാ സല്ലാ അലൽ ഹസീർ, അങ്ങനെ പുൽപ്പായയുടെ മേൽ നിന്നാൽ യസ്മഉ മൻ ബിജാനിബിഹി യുഖൂഉ ദുമുഇ അലൽ ഹസീർ തതകാതറു, കണ്ണിൽ നിന്ന് ഒലിച്ചു വീഴുന്ന ആ കണ്ണുനീരിന്റെ ശബ്ദം, ഇടക്കിടക്ക് വീഴുന്ന ആ കണ്ണുനീരിന്റെ ശബ്ദം, പുൽപ്പായിൽ വീഴുന്ന ആ കണ്ണുനീരിന്റെ ശബ്ദം അടുത്തിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ നിസ്കാരത്തിലും അവർ കരഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. അപ്പൊ വകാന ഖദ് സുഇല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു സഈദ് ഇബ്നു അബ്ദുൽ അസീസിനോട്, മാ ഹാദൽ ബുകാഉ അല്ലദീ യുറദു ലക ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കരച്ചിൽ വരുന്നത്? ഖാല, അപ്പോൾ സഈദ് ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഇബ്നു അഖി വമാ സുആലുക അൻ ദാലിക, ഓ എന്റെ സഹോദരന്റെ മകനെ, എന്തിനാണ് ഈ ചോദ്യം? എന്താവശ്യത്തിനാണ് ഈ ചോദ്യം നീ ചോദിക്കുന്നത്? അപ്പൊ ഫഖാല സായിൽ, ചോദ്യകർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കരച്ചിൽ വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എനിക്കും അല്ലാഹു തആല അങ്ങനെ നിസ്കാരത്തിൽ കരയാനുള്ള ഒരു അവസരം തന്നാലോ? അപ്പൊ ആ സഈദ് ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ്, ഫഖാല, സഈദ് ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മാ കുന്തു ഇലാ സ്വലാത്തിൻ ഇല്ലാ മുസ്തിറത്തി ലീ ജഹന്നം, നിസ്കാരത്തിലേക്ക് ഞാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗം എന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരും. കാന്ന യറാ ജഹന്നമ മുസ്തിറതൻ, നരകം എന്റെ മുന്നിൽ രൂപപ്പെട്ടു വരും. കാന്നഹു യറാ ജഹന്നമ മുസ്തിറതൻ, നരകം ഇങ്ങനെ ആളിക്കത്തുന്നതായി എനിക്ക് തോന്നും. വഅഹ്ലുഹാ യസ്തരിഹൂൻ, നരകത്തിലുള്ള ആളുകളൊക്കെ പൊട്ടി തട്ടസിച്ച് കരയുന്നതായിട്ടും എനിക്ക് തോന്നും. ഫകാന ദാലിക യുരിസുഹു ഖുശൂഅൻ വബുകാഅൻ ഫി സ്വലാത്തിഹി, ഇതാണ് നിസ്കാര